18 വർഷമായിട്ട് UAE-യിലുള്ള മുഷ്താഖ് കരിയാടൻ എന്തുകൊണ്ടാണ് ടെലിഫിലിം താങ്കളുടെ ഒരു പ്രധാനപ്പെട്ട മേഖലയെ തിരഞ്ഞെടുത്തത്? സത്യം പറഞ്ഞാൽ ടെലിഫിലിമിൻ്റെ പ്രധാന മേഖലയാണ് എന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ ഒരു വഴിയാത്രയിലുള്ളൊരു ഭാഗമാണ്. അതായത് ഞാൻ നാടകത്തിൽ നിന്ന് ആരംഭിച്ചു. സത്യം പറഞ്ഞാൽ മിമിക്രിയിൽ നിന്ന് ആരംഭിച്ചു, നാടകത്തിലെത്തി, നാടകത്തിൽ നിന്ന് ടെലിഫിലിമിലെത്തി. ഇനി തീർച്ചയായും എൻ്റെ യാത്ര സിനിമയിലേക്കായിരിക്കാം. അതാണ് എൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് എത്തിച്ചേരാവുന്ന അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടുകളെ പ്രകാശിപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ടെലിഫിലിം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ടെലിഫിലിം എത്തിയത്. എത്ര ടെലിഫിലിമുകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്? ഇതെൻ്റെ 5ാമത്തെ ടെലിഫിലിമാണ്. ഞാൻ 4 പൂർത്തിയായി പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം 5ാമത്തതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പൂർത്തിയായ 4 ഇപ്പോൾ 5ാമത്തെ ഷൂട്ടിംഗ് നടക്കുന്നു. ഇതിൻ്റെ ഒരു കേന്ദ്ര പ്രമേയങ്ങൾ എന്താണ്? ഈ ടെലിഫിലിമിന് ഒരു പൊതു സ്വഭാവം ഉണ്ടോ? താങ്കളുടെ ഒരു വീക്ഷണത്തിനനുസരിച്ച് എല്ലാ ടെലിഫിലിമുകൾക്കും, പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് നിന്നുകൊണ്ട് ഇത്തരം ടെലിഫിലിമുകൾ ചെയ്യുമ്പോൾ അതിനൊരു പൊതു സ്വഭാവം ഉണ്ടോ? ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പ്രവാസ ലോകത്ത് നിന്നുകൊണ്ടാണ് ടെലിഫിലിമുകൾ ചെയ്തതെങ്കിലും പൊതുവായ മനുഷ്യൻ്റെ അവസ്ഥകളെക്കുറിച്ചാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. അതായത് പ്രവാസി എന്നുള്ള ലെവലിൽ എന്നുള്ള നിലയിൽ എൻ്റെ പൂർണ്ണമായും 2 ടെലിഫിലിമുകൾ ഇറങ്ങിയിട്ടുള്ളൂ. ബാക്കി ഞാൻ ചെയ്ത 4 പൊതുവായ മനുഷ്യ സമൂഹമായിട്ടുള്ളൊരു കടപ്പാടാണ്. മനുഷ്യബന്ധങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അതിലെല്ലാം മനുഷ്യബന്ധങ്ങളുടെ ഒരു നൂൽബന്ധം എല്ലാ സിനിമയിലും കാത്തു സൂക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ടെലിഫിലിമുകളുടെ തിരക്കഥകൾ താങ്കൾ എത്ര എണ്ണം രചിച്ചിട്ടുണ്ട്? 4 ചെയ്തതിൽ 2 ടെലിസിനിമകളുടെ രചനകൾ ഞാനാണ് നിർവഹിച്ചത്. ഏതൊക്കെയായിരുന്നു? എൻ്റെ ആദ്യത്തെ വർക്കായ പെരുന്നാൾ രാവ് എന്ന ടെലിസിനിമ, അതിൻ്റെ കഥ K. മുജീബായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥയ്ക്ക് ഞാനാണ് തിരക്കഥ രചിച്ചത്. ശരിക്കും ലെറ്റർ വായിച്ച പ്രതിയെ കിട്ടുന്നില്ലെങ്കിൽ ഇനിയിപ്പം പിടിച്ചിട്ടെന്തായി? ഇവര് നഷ്ടപ്പെട്ടല്ല തിരിച്ചു കൊടുക്കാൻ പറ്റും. നഷ്ടപ്പെട്ടവർക്കില്ല. 2ാമത്തെ ഇതായ തമ്പിൻ്റെയും തിരക്കഥ രചിച്ചത് ഞാൻ തന്നെയാണ്. അതിൻ്റെ കഥ താജുദ്ദീൻ എന്ന് പറയുന്ന ഒരു തൃശ്ശൂരിലൊരു പുള്ളിയായിരുന്നു. 2 ടെലിഫിലിമുകൾക്ക് തിരക്കഥ രചിച്ചതിന് ശേഷം പിന്നീട് വന്ന ടെലിഫിലിമുകൾക്ക് തിരക്കഥ രചനയിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണം എന്താണ്? പിന്നീട് വന്ന ടെലിഫിലിമുകൾക്ക് എനിക്ക് തോന്നി എന്നേക്കാൾ ഭംഗിയായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ആശയത്തെ തിരക്കഥാരൂപത്തിൽ രചിച്ചു തരാൻ എഴുത്തിൽ ഒരല്പം കൂടി പ്രാവീണ്യമുള്ള ആളുകളായിരിക്കും ഇതിന് നല്ലത്. എന്തുകൊണ്ട് ഞാൻ അഭിനയിക്കുന്നില്ല എന്ന ചോദ്യത്തിനുള്ളൊരു ഉത്തരം പോലെ, അതല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ക്യാമറ ചെയ്യുന്നില്ല എന്നുള്ളതുപോലെ അതിൽ കൂടുതൽ പ്രാവീണ്യമുള്ള ഒരാളെ ഞാൻ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് സഹകരിച്ച് ഞാൻ ചെയ്തു എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ 4 ടെലിഫിലിമുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണ്? സ്പന്ദനം. എന്തുകൊണ്ടാണ് സ്പന്ദനം എന്തുകൊണ്ട് പ്രിയപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പന്ദനം എന്ന ടെലിസിനിമയെ ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത് എൻ്റെ സിനിമ കാഴ്ചപ്പാടാണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് ഒരു വിഷയത്തെ, ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കണം എന്നുള്ള എൻ്റെ സിനിമാ കാഴ്ചപ്പാടിനെയാണ് ഞാൻ അതുവഴി അവലംബിച്ചിട്ടുള്ളത്. കാരണം അതിൽ കൂടുതലായിട്ട് എനിക്കതിന് സാധിച്ചത് അതിൻ്റെ കഥ എൻ്റെ ജ്യേഷ്ഠൻ്റെതായിരുന്നു, K. മുജീബ്. അപ്പോൾ അതൊരു 3 പുറത്തിലുള്ളൊരു കഥയിലെ അവസാനത്തെ ഒരു പാരഗ്രാഫാണ് എന്നെ ഹോണ്ട് ചെയ്തത്. ആ ഒരു പാരഗ്രാഫ് വായിച്ചിട്ടാണ് എനിക്ക് ഇതൊരു ടെലിസിനിമയാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് തോന്നി. എനിക്ക് ആവശ്യപ്പെട്ട രീതിയിൽ ഞാൻ അതിൻ്റെ തിരക്കഥാകൃത്തിനെ കൊണ്ട് അതിന് തിരക്കഥ എഴുതിക്കുകയായിരുന്നു. അതിന് 18ഓളം സീനുകളുണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യേകത, 18 സീനുകളും ഞാൻ ഷൂട്ട് ചെയ്തതിന് ശേഷം എഡിറ്റിംഗ് ടേബിളിൽ വെച്ചിട്ട് ഞാൻ ഒരിക്കലും സീൻ ഓർഡറിലല്ല അതിനെ ഞാൻ എഡിറ്റ് ചെയ്തത്. എഡിറ്റിംഗ് ടേബിളിൽ വന്നതിന് ശേഷം ഏത് സീന്, ഒരുപക്ഷെ ഞാൻ സ്ക്രിപ്റ്റിൽ 1ാമത്തെ സീൻ കഴിഞ്ഞ് 2ാമത്തെ സീനാണെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ 1ാമത്തെ സീൻ കഴിഞ്ഞിട്ട് 18ാമത്തെ സീനാണ് ഞാൻ അതിൽ വെച്ചിരിക്കുന്നത്. അത് എൻ്റെ പൂർണ്ണമായ സിനിമാറ്റിക് രീതിയിലായിരുന്നു ഞാൻ സ്പന്ദനം ചെയ്തത്. കൂടുതൽ എൻ്റെ തന്നെ പ്രൊഡക്ഷനായിരുന്നു അത് കാരണം എനിക്ക് അത്രത്തോളം സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പിന്നീട് ആ സിനിമകൾ തന്നെ ഞാൻ ആ സ്പന്ദനം ഇറങ്ങിയപ്പോൾ ഒരുപാട് പേരുകൾ പറഞ്ഞു, നീ ഉദ്ദേശിച്ച വിഷയം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളൊരു പൊതുവായത് വന്നപ്പോഴാണ് ഞാൻ ഒരല്പം അതിൽ നിന്നും മാറി സാധാരണ രീതിയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. എന്നിട്ടെന്താ പറഞ്ഞത്? കിയാമനാളിന്റെ അടയാളാണ്. കളിയാക്കണ്ട, അങ്ങനെ തന്നെയാ എന്റെ ഉപ്പയും പറഞ്ഞത്. നിന്റെ ഉപ്പാക്ക് എന്താ പണി?
വന്നു. അപ്പൊ സ്പന്ദനം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ടെലിഫിലിം ആയിരുന്നു എന്നാണോ പറയുന്നത്? എന്ന് ഞാൻ പറയുന്നില്ല. അതായത് അത് കണ്ടതിന് ശേഷം വളരെ സിനിമയെക്കുറിച്ച് വളരെ വാചാലമായിട്ട് സംസാരിക്കുന്ന ആളുകളൊക്കെ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കതൊന്നും മനസ്സിലായില്ല, അല്ലെങ്കിൽ നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത ആളുകൾ എന്നോട് പറഞ്ഞു, ഓ അതൊരു പെങ്ങള് കൊല്ലപ്പെട്ടൊരു ആംഗ്ലയുടെ ദുഃഖമായിരുന്നില്ലേ നീ കാണിച്ചത്. സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി ഞാൻ. എന്നോട് നീ എന്താണ് പറയാൻ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുന്നതായിരുന്നു ഞാൻ കരുതിയത്. പക്ഷെ അവർ വളരെ കൂളായിട്ട് എന്നോട് അതിൻ്റെ വളരെ ഈസി ആയിട്ട് അതിൻ്റെ കഥ എന്നോട് പറഞ്ഞു തന്നു. എനിക്ക് തോന്നുന്നു കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമായിരിക്കും അത്. വാസ്തവത്തിൽ എന്തായിരുന്നു സ്പന്ദനം? സ്പന്ദനം ഒരു കാഴ്ചയില്ലാത്തൊരു പെൺകുട്ടി സഹോദരനുമൊത്ത് ജീവിക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ സഹോദരൻ ഒരു ഗാഠനിദ്രയിൽ, അതായത് ജോലി കഴിഞ്ഞ് വന്ന ഒരു രാത്രിയിൽ ഗാഠമായി ഉറങ്ങുമ്പോൾ ചില ക്ഷുദ്രശക്തികൾ വന്നിട്ട് ആ കുട്ടിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് കൊലപ്പെടുത്തുകയാണ് റെയിൽവേ ട്രാക്കിൽ വെച്ചിട്ട്. പിറ്റേന്ന് ഞെട്ടി ഉണരുന്ന സഹോദരൻ പെങ്ങളെ കാണാതെ പിന്നെ റെയിൽവേ ട്രാക്കിൽ വെച്ചിട്ട് ഈ കുട്ടിയുടെ ശരീരം കാണുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എൻ്റെ ഒരു ഉറക്കം നിൻ്റെ ജീവന് വിലയായല്ലോ. പിന്നീട് അതിനുശേഷം അതേ പ്രായത്തിലുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ അവൻ്റെ മനസ്സ് മന്ത്രിക്കുകയാണ്, മകളെ നീ എന്നാണ് കൊല്ലപ്പെടുക, എന്നാണ് നീ കൊല്ലപ്പെടാൻ പോകുന്നത്? ആ ചോദ്യത്തിൽ നിന്നാണ് സ്പന്ദനത്തിനുള്ളൊരു പ്രചോദനം എനിക്കുണ്ടായതും ആ ചോദ്യത്തിൽ വെച്ച് പുറകോട്ടാണ് ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കൗട്ട് ചെയ്തിരുന്നത്. അതിനു വേണ്ടി സ്ക്രിപ്റ്റ് ചെയ്ത് ബഷീർ കൊള്ളന്നൂരാണ്. അദ്ദേഹം തന്നെയാണ് ഈ ചിത്രങ്ങൾ എന്ന് പറയുന്ന ടെലിസിനിമയ്ക്ക് വേണ്ടിയിട്ടും കഥയും തിരക്കഥയും സംഭാഷണം ഒരുക്കിയിരിക്കുന്നത്. ആർപ്പ് എന്ന് പറയുന്ന താങ്കളുടെ ഒരു ടെലിഫിലിം വളരെ ശ്രദ്ധയാകർഷിച്ച ഒരു ടെലിഫിലിമാണ്. 1.5 മണിക്കൂറാണ് അതിൻ്റെ ദൈർഘ്യം തോന്നുന്നു. എന്തായിരുന്നു ആർപ്പിൻ്റെ പ്രമേയം? ആർപ്പിൻ്റെ പ്രമേയം വളരെ ചുരുക്കി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു നാടുകളിൽ നമ്മൾ തുരുത്തായി ജീവിക്കുന്ന ആളുകളുണ്ട്, സ്വയം തുരുത്തായിട്ട്. അതായത് നമ്മൾക്കിന്ന് മീഡിയകളുണ്ട്, എല്ലാ വിധത്തിലുള്ള ടെലിഫോണുണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്, ആർക്കും ആരെയും ബന്ധപ്പെടാം. എങ്കിലും ഒരു വലിയ സമൂഹത്തിനിടയ്ക്ക് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ. അങ്ങനെ താൻ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റ് കാരണം ഒരു ശ്രീലങ്കൻ പെൺകുട്ടിയായിട്ട് അടുക്കുകയും അവർ കല്യാണം കഴിക്കാതെ ഒന്നിച്ച് താമസിക്കുകയും അവർക്കൊരു കുഞ്ഞ് പിറക്കുകയും അവനൊരു മാരകമായ അസുഖം പിടിപെടുകയും അവൻ നാട്ടിലേക്ക് കയറ്റിയക്കപ്പെട്ട് ഇവൻ്റെ ശ്രീലങ്കൻ ഭാര്യയെ പോലീസ് പിടിച്ച് നാട്ടിലേക്ക് തിരിച്ചയക്കുകയാണ്. അനാഥയായി പോകുന്ന അവരുടെ മകൾ, ആ മകളുടെ കഥയാണ് നമ്മളിതിൽ പറഞ്ഞത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവിടെയുള്ള ഏതൊരാൾക്കും അവരിൽ ആരോ ഒരാൾക്ക് ഈ കഥ അറിയാം. 5 പേരുണ്ടെങ്കിൽ 5-ാമൻ ഇങ്ങനെ ഒരു കഥയുടെ ഉടമയാണ്. അങ്ങനെ ഒരു അവസ്ഥ ഉള്ളൊരു കഥയായിരുന്നു. അതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണം വെച്ച് സലാം കോട്ടക്കിലാണ്. അദ്ദേഹത്തിൻ്റെ രചനയ്ക്കാണ് ഞാൻ സംവിധാനം നിർവഹിച്ചത്. താങ്കളുടെ സ്വപ്നത്തിൽ ഇപ്പോഴും സിനിമയുണ്ട്. ടെലിഫിലിമിനെ അതിനുള്ളൊരു മാർഗമായിട്ടോ അല്ലെങ്കിൽ അതിലേക്കുള്ളൊരു ചവിട്ടുപടിയായിട്ടാണോ കാണുന്നത്? ഒരു സംവിധായകൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ടെലിഫിലിമും ഫിലിമും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? ടെലിഫിലിമും ഫിലിമും തമ്മിലുള്ള വ്യത്യാസം, ഇപ്പം ഈ ഒരു കാലഘട്ടത്തിലെ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ടെലിഫിലിമിൽ ഒരു സംവിധായകൻ യഥാർത്ഥ സംവിധായകനാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ സിനിമയിൽ സംവിധായകൻ വെറും ഒരു അറേഞ്ചറാണ്. ഒരു തിരക്കഥാകൃത്തിനെയും അഭിനേതാക്കളെയും പ്രൊഡ്യൂസറെയും ക്യാമറമാനെയും അറേഞ്ച് ചെയ്യുന്ന വെറും ഒരു അറേഞ്ചറാണ് സിനിമയിൽ ഇന്ന് സംവിധായകൻ. കാരണം ഒരു സിനിമ ജനിക്കേണ്ടത് സംവിധായകൻ്റെ മനസ്സിലാണ്. അയാളുടെ മനസ്സിൽ നിന്ന് സിനിമ ജനിച്ച് തിരക്കഥാകൃത്തിലെത്തി, പ്രൊഡ്യൂസറിലെത്തി, അഭിനേതാക്കളിലെത്തി, അത് തിയേറ്ററിലെത്തണം. അതാണ് യഥാർത്ഥ സിനിമ. അങ്ങനെയുള്ള സിനിമകളെ നിലനിൽക്കുള്ളൂ. എന്നാൽ ഇന്ന് ജനിക്കുന്ന സിനിമകൾ തിയേറ്ററുകളിൽ നിന്നാണ് ജനിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് ജനിക്കുന്ന സിനിമ, കാഴ്ചക്കാരന് പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്ന സിനിമ, അവൻ്റെ നായകൻ എങ്ങനെ ഉടുപ്പിടണം, ഏത് വിധത്തിൽ ചിരിക്കണം എന്ന് ചിന്തിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി എൻ്റെ സിനിമ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറുകൾക്കോ അല്ലെങ്കിൽ നടന്മാർക്കോ വേണ്ടി നിർമ്മിക്കപ്പെടുന്ന തിരക്കഥ എഴുതുന്ന തിരക്കഥാകൃത്തുക്കളും അതിനനുസരിച്ച് സംവിധാനം ചെയ്യുന്ന സംവിധായകരും. ഇതാണ് ഇന്നത്തെ സിനിമ. അതാണ് സിനിമയുടെ അപജയവും. അല്ലാതെ ഒരിക്കലും എഴുതാൻ തിരക്കഥാകൃത്തുക്കളില്ലാത്തതോ നല്ല തീമുകളില്ലാത്തതോ ഒന്നുമല്ല. അതുതന്നെയാണ് സിനിമയും ടെലിസിനിമയും തമ്മിലുള്ള വ്യത്യാസം. ടെലിസിനിമ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ
ഞങ്ങൾക്ക് പറയാനുള്ള ആശയത്തെ വളരെ മനോഹരമായി, ഒരിക്കലും സിനിമയുടെ ഒരു വികലമായ അനുകരണമാകാതെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെ മനോഹരമായിട്ട് പറയാൻ ശ്രമിക്കുന്നു. അതിന് ഞങ്ങൾക്ക് മറ്റൊന്നും തടസ്സങ്ങളില്ല.